നമസ്കാരം. ഇന്ന് ഒക്ടോബർ മാസം 3-ാം തീയതി 2024. ഞാൻ കരുതി കുറച്ച് പൂക്കളുടെ ഫോട്ടോ ഉള്ള വീഡിയോ എടുക്കാമെന്ന് കരുതി. കാരണം ഇവിടെ നിന്ന് കുറച്ച് കാലത്തേക്ക് മാറി നിൽക്കാൻ പോകണം. അപ്പോൾ മുറ്റത്ത് വിരിഞ്ഞ ഓരോരോ പൂക്കളുടെ ചെറിയ ഒരു ഇതാണ് കേട്ടോ. ഇനി അവന്മാർ കുറേ പൂക്കൾ വിരിയാൻ വന്നിട്ടുണ്ട്, ഇവിടെയൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. ഈ വേനൽക്കാലം ആകുമ്പോൾ ഇവിടെ ഗ്ലാഡിയോലകളും മറ്റു കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരും. അതൊക്കെ ഗ്ലാഡിയോലയുടെ ഒക്കെ ഒരു വെറൈറ്റി സാധനങ്ങളാണ്. എന്താ പേരെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. എൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. പേരുകൾ അറിയാവുന്നവരൊക്കെ എൻ്റെ അടിയിൽ കമൻ്റ് ഇട്ട് വെച്ചോ. ഇതിൻ്റെ വൈറ്റ് കളർ ഉണ്ടായിരുന്നു, പക്ഷെ അത് പോയിന്ന് തോന്നണേ. ഇതുപോലെ തന്നെ ധാരാളം വൈറ്റ് വരാറുണ്ട്. കഴിഞ്ഞ പോലെ ഞാൻ പുല്ല് കളയാൻ വേണ്ടി പറിച്ചപ്പോൾ ഇതിൻ്റെ തൈക്കളൊക്കെ കൂട്ടത്തിൽ കൂടെ പോയി, അതാ പറ്റി. പിന്നെ ഇവരൊക്കെ കുറച്ച് കഴിയുമ്പോൾ പൂക്കളുണ്ടാവും. ലില്ലി എന്ന് പറയുന്ന വെറൈറ്റി പെട്ടതാണ് ഇവരൊക്കെ. പിന്നെ നമ്മളിതേ ടൂലിപ്പ് പൂക്കൾ, ഇതേ മഞ്ഞ, റെഡ്, പല പല കളറുകളുണ്ട് കേട്ടോ ഇവിടെ. ഇവരൊക്കെ വിരിഞ്ഞ് വലുതായി ഷേപ്പൊക്കെ മാറി. ടൂലിപ്പിൻ്റെ നമ്മൾ കാണുന്ന ഇവരൊക്കെ ഇതേ കൊഴിഞ്ഞു തുടങ്ങി. കൊഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കണമെന്ന് ചോദിക്കരുത് കേട്ടോ. അമ്മാതിരി കമൻ്റ് ഒന്നും വേണ്ട. കണ്ടതേ മഞ്ഞ, അത് ഇവർ വളർന്ന് ഇതിനേക്കാളും കുറേ കൂടി കട്ടിയുള്ള വലിയ ടൂലിപ്പായിരുന്നു ഇവർ. ഇത് ഓരോ ഇതളുകളേ ഉള്ളൂ. അതൊക്കെ ഒരു ഇതളുകളുള്ള ടൂലിപ്പുകളാണ്. അതിൻ്റെ ഉള്ളുവശം കണ്ടോ, ഒരു ഇതളേ ഉള്ളൂ. പക്ഷെ ഇതിങ്ങനെ കുറച്ചുകൂടി വലിയ താമരപ്പൂ പോലെയുള്ള വലിയ ടൂലിപ്പായിരുന്നു. ഇതൊരു പുതിയ വെറൈറ്റി, ഞാൻ ആദ്യമായിട്ട് കണ്ടേ. പക്ഷെ ഇവർ പെട്ടെന്ന് വിരിഞ്ഞു പോയി. എനിക്കതൊന്നും എടുക്കാനൊന്നും പറ്റിയിരുന്നില്ല. അതെ ഇവിടെ റെഡ് കളർ ഗ്ലാഡിയോല എന്ന് പറഞ്ഞ ഇവരൊക്കെ വലിയ ചെടികൾ ഇതിൻ്റെ കൂടെ വളർന്നിട്ടുണ്ട്. അവരൊക്കെ ഡിസംബർ മാസം ആകുമ്പോൾ പൂക്കളുണ്ടായിക്കോളും. ടൂലിപ്പ് കുട്ടന്മാരെ കാണിക്കാനാണ് കേട്ടോ ഈ വീഡിയോ. ഉണ്ടോ ടൂലിപ്പ്. പിന്നെ അതേ റോസൊക്കെ വളർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവരൊക്കെ മുട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അവർ അങ്ങോട്ട് അടിപൊളിയായിട്ടുണ്ടായിക്കോളും. പിന്നെ ഇതേ ഇവിടെയുള്ള സാധനം, ഇത് വെറുതെ ഒരു ഇല പോലത്തെ ഒരു സംഭവം. പക്ഷേ അതിൻ്റെ പൂവ് ഇതൊക്കെ ഉള്ളൂ കേട്ടോ. കണ്ടോ ഇതൊക്കെ ഉള്ളൂ. ഇനി അടുത്തത് ഈ വെളുത്ത പൂ ഉണ്ടാവണത്. ഇത് 365 ദിവസം എന്നും ആറച്ചുണ്ടായിക്കോളൂ. കട്ട കുത്തി ഇതുപോലെ ഉണ്ടായിക്കോളൂ. ഒരു തലയ്ക്കൊന്നും ഉണ്ടാവുന്നു, വേറെ തലയ്ക്കൊന്നും ഉണങ്ങുന്നു, അങ്ങനെ എന്നുണ്ടാവണ സാധനം കണ്ടോ. ഇഷ്ടം പോലെ പൂ ഉണ്ടാവുന്നുണ്ട്. പിന്നെ അടുത്ത് ഇങ്ങനെ ഇലച്ചെടികളൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ. പിന്നെ ഓറഞ്ചൊക്കെ കഴിഞ്ഞ് ഓറഞ്ചൊക്കെ പൊട്ടിച്ച് വെച്ചു. ഇനി ഇത് ഇവിടെ കുറേ സാധനങ്ങൾ ഉണ്ടാവാൻ പോകുന്നുണ്ട്. റെഡ് കളറുള്ള പൂക്കൾ അങ്ങനെയൊക്കെ ആയിട്ട് നിറച്ച് മുട്ടാണ്. മുട്ട് ഇതെങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിറച്ച് പൂക്കൾ ആയിക്കോളും. എന്താ ഇതൊക്കെ മഞ്ഞ് കഴിഞ്ഞ് വെയിൽ കണ്ടു തുടങ്ങിയപ്പോൾ ഇവരിങ്ങനെ മുട്ടുകളിങ്ങനെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ തലയ്ക്ക് കണ്ട് കൊച്ചു 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 മുട്ടുകളാണ്, കുരുന്ന് മുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. അത് ഈ ഒക്ടോബർ മാസം അവസാനത്തോടു കൂടി ഉണ്ടാവും. പക്ഷേ ഇതൊന്നും കാണാൻ ഈ കൊല്ലം ഞാനുണ്ടാവില്ല. ഞാൻ ഓസ്ട്രേലിയ വരെ ഒന്ന് പറ്റിയാൽ പോകണമെന്നുണ്ട്. ഈ മാസം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്ന് പോകണമെന്നുണ്ട്. ഞാൻ എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുള്ളൂ. അപ്പോൾ ഇതൊക്കെ പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞു പോകും. അതേ ഇവിടെയൊക്കെ റെഡുകളൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ കളികൾ. ഓക്കെ. പിന്നെ അതിൻ്റെ കൂടെ ദേ ഇവിടെ ഒരു ഒരു കുഞ്ഞു മരം. ഇത് ഈ മരമാണ്, കുഞ്ഞു മരം. ഇത് വലിയ മരം പോലെ ആവും, പക്ഷെ അതുമ്പോൾ നിറച്ച് പൂവുണ്ടായിട്ടുണ്ടായിരുന്നു. എങ്ങനെ കാണുന്നത്, എന്തെന്ന് പറയും ഇതിനെ, ആർക്കറിയാൻ പേരറിയണവരിട്ടോട്ടാ. എനിക്ക് പേരറിയില്ല. വേണ്ടത് ഇവിടെയൊക്കെ റോസകളൊക്കെ ഇഷ്ടം പോലെ തളിർത്ത് തുടങ്ങി. ഇനി അവർ അതൊന്ന് നിറച്ച് മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവർ അടിപൊളിയായിട്ട് പൂക്കളുണ്ടാവും. എന്താ ഓക്കെ. കണ്ട അവരിങ്ങനെ കാറ്റിലിങ്ങനെ ആടി നിൽക്കാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും അവരുണ്ടായിക്കോളും. ഓക്കെ. അതുപോലെ തന്നെ വേറൊരു സംഭവം, നമ്മൾ നേരത്തെ കണ്ട ആ വെളുത്ത പൂ കണ്ടില്ലേ, അതിൻ്റെ ഒരു വെറൈറ്റി തന്നെയാണിതും.
ഇതും മഞ്ഞ കളറ്, ഇതും ധാരാളം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഉണ്ടായി വന്നുണ്ട്. ഇങ്ങനെ ചെടി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു കുഞ്ഞൊരു കമ്പൂണ് നട്ടതാ. സംഭവം ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ദേ ഇവിടെ നോക്കി പൂ മരം കണ്ടോ. എൻ്റെ പേര് ഞാൻ മറന്നുപോയി. എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, പക്ഷേ പ്രായമായതുകൊണ്ടാണ് ഞാൻ മറന്നു പോകുന്നു പെട്ടെന്ന്. ഇഷ്ടം പോലെ പൂക്കളുണ്ടാവുന്നുണ്ട്. ഇതൊരു വലിയ മരമാണ്. പകുതി വെച്ച് മുറിച്ച് കളഞ്ഞു. എന്നിട്ട് അവർ പിന്നെയും പൊട്ടി വളർന്ന് വലുതായി ഇങ്ങനെ വന്നേക്കണം. ഇപ്പം തന്നെ ഒരു 1 2 3 4 5 മീറ്റർ ഹൈറ്റ് ഉണ്ട്. പിന്നെയും പൊന്തിക്കഴിഞ്ഞത് വീടിൻ്റെ മേലേക്ക് വന്നാലോന്ന് ഓർത്ത് വെട്ടിക്കളഞ്ഞതാണ്. എന്നോട് അതേ വേറൊരു സാധനമുണ്ട്. ഇതിന് പൂ കഴിഞ്ഞു പോയിട്ടാ. ഇത് ഒക്ടോബർ ആരംഭിക്കുമ്പോഴേക്കും തന്നെ മഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഉണ്ടാവുന്ന സാധനം നിറച്ച് പോകും. പിന്നെ അടുത്തവൻ ഇവിടെ ഇങ്ങനെയാണ് കണ്ടോ. നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഒരു വെറൈറ്റി സാധനം. അതിങ്ങനെ അടിപൊളിയായിട്ട് ഉണ്ടാവുന്നുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഇതേ ആപ്പിൾ മരത്തുമ്പോൾ അതേ ഇലകളെല്ലാം കൊഴിഞ്ഞു പോയിട്ട് ഞാൻ കമ്പുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം അവരിങ്ങനെ പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടോ. ഇവരിങ്ങനെ നിറച്ച് ഉണ്ടായിക്കോളും. ഓരോ പൂവിനും ഒരാപ്പിൾ വീതം. ചിലർ പറയില്ല ഒരു കൊലയിൽ 2 4 6 8 10 ഇതൊക്കെ മിക്കതും ആപ്പിളുകളായി വരും. അപ്പോൾ ഒരു കൊലയിൽ 8 10 ആപ്പിളുകൾ വീതം ഉണ്ടാവും. നിറച്ച് പൂത്തണ്ട് പൂക്കൾ കണ്ടോ. നമ്മൾ പറയില്ല മുല്ലപ്പൂ ഉണ്ടാവുന്നത് പോലെയാണ് ആപ്പിളിനും പൂ കഴിഞ്ഞുള്ള അവസ്ഥ. ഒരു കൊലയിൽ ധാരാളം പൂക്കൾ. ഇതിൻ്റെ ഒരു 50% പോലും ഉണ്ടായാൽ തന്നെ എന്തുമാത്രം ആപ്പിളുണ്ടാവും. കുറേ ആപ്പിളുണ്ടാവും. ഉണ്ടായിട്ട് ഇതൊക്കെ കുറേ വീണ് പോവും. കുറേ ആരെങ്കിലുമൊക്കെ പറിച്ചുകൊണ്ട് പോകും. വളരെ കുറച്ച് മാത്രം ഞങ്ങൾ കഴിക്കും. ഇതാണ് അവസ്ഥ കേട്ടാ. ഓക്കെ, നമ്മൾ പറയില്ലേ ആപ്പിളുണ്ടായിട്ട് വെറുതെ വീണ് പോകണമെന്ന് ചോദിക്കില്ലേ. ശരിയാണ്. തുടക്കത്തിൽ കുറച്ച് ദിവസം മാത്രമേ ഒരു ആക്രാന്തൊക്കെ ഉണ്ടാവുള്ളൂ നമുക്ക് ആപ്പിൾ തിന്നാനൊക്കെ. അത് കഴിഞ്ഞാൽ ഇത് വെറുതെ നമ്മുടെ നാട്ടിൽ ചക്ക വീണ് പോണ പോലെ നമ്മൾ പറയില്ല ഒരു ചക്ക കിട്ടിയത് തിന്നാമായിരുന്നു എന്ന്. 2 3 ദിവസം അടുപ്പിച്ച് തിന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചക്ക തിന്നില്ലല്ലോ. അത്ര തന്നെ ഉള്ളൂ. ഇതല്ലേ ഓരോ രാജ്യത്ത് ഓരോ സാധനങ്ങൾ ഉണ്ടാവും. അത് സമൃദ്ധമായിട്ടുണ്ടാവും ആ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച്. നമ്മൾ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ കുറച്ചൊക്കെ തിന്നും. അത് കഴിഞ്ഞാൽ പിന്നെ തിന്നാതാവും ഉള്ളൂ. ഓക്കെ, ആപ്പിൾ കേട്ടോ. അപ്പോൾ കണ്ട പിന്നാമ്പുറത്ത് ഒരു പൂ കിടന്നിങ്ങനെ ആടി കളിക്കുക. ഇതൊരു കുറേ പൂക്കളുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം. ഞാനൊരു മണ്ടത്തരം ചെയ്തു. ഇതിൻ്റെ വിത്തൊക്കെ കഴിഞ്ഞ കൊല്ലം പറിച്ചെടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിച്ചു. അത് പിന്നെ യഥാസമയം നട്ടില്ല. ഒരു 10-100 ഉണ്ടാവേണ്ടത് പറഞ്ഞു. അത് അവിടെ കിടന്ന് ചീത്തയായിപ്പോയി. അതിൻ്റെ ഇടയിൽ ഞാൻ പറിച്ചിട്ടിട്ട് നമ്മുടെ നാട്ടിൽ വന്ന് തിരിച്ചു വന്ന് പേര് വിത്തിനോ കാണാനുമില്ല. എവിടേക്കോ പോയി ചീത്തയായിപ്പോയി. ചീഞ്ഞു പോകും. എന്തൊക്കെ ചെയ്തല്ല അടിപൊളി പോവാണ്. ഈ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തുണ്ടാവുന്ന സാധനമല്ല. പിന്നെ ഇവരൊക്കെ വേണ്ട ഇതൊക്കെ മുട്ടുണ്ടായി നിൽക്കുന്നുണ്ട്. കൊലയായിട്ടൊരു നീലപ്പൂക്കളുണ്ടാവും. അത് പിന്നെ ഇവിടെ നമ്മുടെ ഗാർഡൻ്റെ ഇവിടെ സാലറി എന്ന് പറഞ്ഞ സാധനം ഇവിടെ ആവശ്യം പോലെ ഉണ്ടായിട്ടുണ്ട്. കുറേ കട പറിച്ച് കളഞ്ഞു. ഇനി എന്നാലും ഒരു 3-5 ഞാൻ വെറുതെ നിർത്തിക്കണതാ. ഒരു ബ്ലൂ കളറുണ്ടോ പൂക്കൾ. ഇത് വെറുതെ ഉണ്ടാവണതാ. പിന്നെ ഇവിടെ നമ്മുടെ സ്ഥിരം നാരങ്ങയൊക്കെ ഇത് 300 ദിവസം ഉണ്ടായിക്കോളും. എൻ്റെ ഇടയിൽ ഇതേ പൂക്കളൊക്കെ കുത്തനുണ്ട്. പിന്നെയും കുത്തനുണ്ട്. അവർ ഇതുപോലെ തന്നെ കൊലയായിട്ട് ഉണ്ടാവുന്നതാണ്. പിന്നെ ബ്ലാക്ക് കറണ്ട് റെഡ് കറണ്ട് എന്ന് പറഞ്ഞ സാധനമാണിത്. നമ്മുടെ നാട്ടിൽ ഊരിക്കായ എന്നൊക്കെ പറഞ്ഞ ഒരു വെറൈറ്റി കുഞ്ഞിത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ കറുത്തതും വെളുത്തുമായ കറുത്തതും റെഡും ആയ 2 വെറൈറ്റികൾ ആണ് ഇതിലുണ്ടാവുന്നത്. അത് മണി പോലെ കുഞ്ഞു കുഞ്ഞു കുത്തുകളൊക്കെ ആയിട്ടുണ്ടാവും. ഒരു പുളിരസമായിട്ടുള്ള സംഭവമാണ്. എനിക്കധികം വലിയ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാനത് പകുതി മുക്കാഭാഗം വെട്ടിക്കളഞ്ഞു. കൂടുതലുണ്ടായിട്ട് എന്ത് കാണിക്കാൻ, ഒന്നും സംഭവിക്കാനുള്ള. പിന്നെ കഴിഞ്ഞ കൊല്ലം നമ്മുടെ അന്ന ഗോഡ്സൺ ടീമുകളുടെ ബർത്ത്ഡേ പ്രമാണിച്ച് നട്ട പിയർമരാണ്. ഒരു ഇതുപോലെ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ കൊല്ലം നട്ടു. പക്ഷേ ഈ കൊല്ലം ഇതുപോലെ നിറച്ച് പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. ഉണ്ടാതെ മരം ചെറുതാണ്, ഒരാൾ പൊക്കമുള്ളൂ. പക്ഷെ നിറച്ച്
പൂക്കൾ കുത്തിയിട്ടുണ്ട്. എന്തുമാത്രം പേരുണ്ടാവും എന്നൊന്നും അറിയില്ല കേട്ടോ. അതേ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് കണ്ടോ മുകളിലേക്ക്. പിന്നെ അതേ അപ്പുറത്തെ പറമ്പിലെ അമ്മച്ചിയുടെ വീട്ടിൽ കണ്ടോ അതൊരു മരം നിൽക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് നിറച്ച് നീലപ്പൂവ്. നീലപ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ച് നീലപ്പൂവ്. അതിൻ്റെ അപ്പുറത്തൊരു വലിയൊരു മരമാണ്. എന്തൊരു വലിയ മരമാണെന്നറിയോ? നമ്മുടെ നാട്ടിൽ പറയില്ലേ കൃഷ്ണപ്പീലി എന്ന് പറയുന്ന പോലത്തെ ഒരു തരം പൂവാണ് ഈ പൂക്കാവടി പോലത്തെ ഒരു തരം മരം. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഈ മരം നിറച്ച് മുട്ടുകളിങ്ങനെ വിരിഞ്ഞ് തുടങ്ങി. ഇനി ഏകദേശം ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ഈ മരത്തിൽ പച്ചക്കളറിന് പകരം ആ പൂക്കൾ മാത്രം നിന്ന് നല്ല റെഡായിട്ട് നിൽക്കും. ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. ആകെ മരം കൊണ്ടുള്ള ഉപകാരം ഈ പൂ ഇങ്ങനെ നിറച്ചുണ്ടാവും. അത് ഏകദേശം 2-3 ആഴ്ച നിൽക്കും, കഴിഞ്ഞു. അല്ലാതെ വേറെ ഭംഗിയൊന്നുമില്ല, വേറെ ഫലങ്ങളൊന്നും അതിലില്ല. വലിയൊരു പൂമരം, ഒരു 1.5 മരം. നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ വലിയൊരു കശുമാവ് നട്ടാതിയായിരുന്നു, എന്തെങ്കിലും ഗുണം കിട്ടിയാൽ. പൂവും കാണാമായിരുന്നു, മരവും കാണാമായിരുന്നു. പിന്നെ നമ്മുടെ പേരമരം പോലത്തെ ഒരു സാധനമാണ് ദേവൻ. പേരയ്ക്കൊക്കെ പോലെ ഉണ്ടാവും കുരു വേനൽക്കാലം ആവണം ഉണ്ടാവണമെങ്കിൽ. അതുപോലെ തന്നെ അതേ മുന്തിരി വള്ളികൾ ഉണ്ടാവും. ഇവർ ഇതേ ഇവിടെ അതിൻ്റെ മുട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. മുന്തിരി മുട്ടുകൾ, പുതിയ തളിരിലകൾ വള്ളിയിൽ നിന്ന് പൊട്ടി വന്നിട്ട് തുടങ്ങി. ഇതേ ആകെ എത്രയായിട്ടുള്ളൂ. അതിൻ്റെ മുള്ളിൽ നിറച്ച് മുന്തിരികളാവും. ഇവിടെ കണ്ടത് ചെറിയ മുട്ടുകളുണ്ട്. അതാണ് മുട്ട് കാണാൻ പറ്റുള്ളതല്ലേ, മുട്ട് കണ്ട് ചെറിയ ഉരുണ്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്, ഉണ്ടായിക്കോളും. പിന്നെ നമ്മുടെ ചേമ്പ് ഉണ്ടോ, ഒരു പച്ചക്കറിയുടെ പോയപ്പോഴേ ചേമ്പിനെ കണ്ടു. ഞാൻ നട്ടു, കുറച്ചുണ്ടായിരുന്നു, കുറച്ച് പറിച്ചു, കുറച്ച് കഴിച്ചു നോക്കി. വലിയ രസമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ചെറി മരം ഇവിടെ എൻ്റെ മുകളിൽ ഞാൻ ഒരു 4-5 കൊല്ലം മുമ്പ് നട്ടാണ് കേട്ടോ. ഈ കൊല്ലം ചെറി ഉണ്ടാവുമെന്ന് തോന്നണേ. കഴിഞ്ഞ കൊല്ലം കുറച്ചുണ്ടായിരുന്നു. ഇതിൻ്റെ പൂ കാണിച്ചു തരാം. ഇതാണ് കണ്ടോ, കൊല കുത്തി പൂ ഉണ്ടായിക്കണോ. ചെറി, നമ്മൾ ഹാർട്ടിൻ്റെ ഷേപ്പുള്ള ചെറി. സംഭവം അടിപൊളി സാധനമാണ് കേട്ടോ. ഹാർട്ടിൻ്റെ ഷേപ്പുള്ള ചെറി നല്ല കിടുക്കാച്ചി സാധനമാണ്, നല്ല മധുരമൊക്കെയുള്ള സാധനമാണ്. കഴിഞ്ഞ കൊല്ലം കുറച്ച് പറിച്ച് തിന്നു, ബാക്കി ഭൂരിഭാഗം സാധനങ്ങൾ കിളികൾ തിന്നു. കാരണം ഇതിൻ്റെ മുകളിൽ നമ്മൾ റംബൂട്ടാന് നെറ്റ് ഇടണ പോലെയൊക്കെ നെറ്റൊക്കെ ഇടണം. അതൊക്കെ വലിയ പണിയാണ്. അതുകൊണ്ട് നെറ്റൊന്നും ഇട്ടില്ല. അതിനുള്ള ഉൽപ്പാദനം കഴിഞ്ഞ പോലെ ഉണ്ടായില്ല. അപ്പം ഞാൻ നെറ്റ് ഇട്ടില്ല. പക്ഷേ ഞാൻ കുറച്ച് പറിച്ച് തിന്നു. പക്ഷേ നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല സ്വീറ്റ്നെസ്, നല്ല കളറ്, റെഡ് കളറ്. അതിൻ്റെ ജ്യൂസിനൊക്കെ നല്ല റെഡ് കളറൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ട്. പക്ഷേ ഈ കൊല്ലം നെറ്റിട്ടാൽ നന്നായിട്ട് നമുക്ക് പറിച്ച് തിന്നാം. ഇതിൻ്റെ മുകളിൽ നിറച്ച് പൂക്കളുണ്ട് കേട്ടോ. ഞാൻ അതപ്പുറത്ത് കാണിച്ചു തരാം. അപ്പോൾ ആ പൂക്കൾ മുകളിലേക്ക് ഇങ്ങനെ ക്യാമറ ശരിക്കും കാണില്ല. ഇതാണ് നമ്മുടെ ചെറി മരം. ഇത് നിറച്ച് പൂക്കളുണ്ട് കേട്ടോ മുകളിൽ. ആകാശം കൂടി കാണുന്നതുകൊണ്ട് കാണാൻ പറ്റണില്ല എന്ന് തോന്നുന്നു. നിറച്ച് പൂക്കളാണ്. ഞാൻ സൂം ചെയ്ത് നോക്കട്ടെ. പൂക്കൾ കാണാൻ പറ്റണ്ടോ? കാണാൻ പറ്റണ്ടല്ലോ അല്ലേ? കൊള്ളാം. ഉണ്ടോ, നിറച്ച് പൂവുണ്ട്. ഇതൊക്കെ നിറച്ചുണ്ടാവും. ഉണ്ടോ, ഞാൻ താഴെ തുടങ്ങി കാണിച്ചു നോക്കാം, ശരിയാവുമെന്ന് നോക്കാം. ഇതങ്ങനെ പോകുന്നു കണ്ടോ, നിറച്ച് പൂക്കളുണ്ട്. എല്ലാ പൂക്കളിലും ഹാർട്ടിൻ്റെ ഷേപ്പുള്ള ചെറികളുണ്ടാവും. അപ്പോൾ അതൊരു മരമായി ഒരു 5 മീറ്റർ പൊക്കത്തിപ്പോൾ ഞാൻ എൻ്റെ മുകളവശമൊക്കെ എല്ലാ കമ്പുകളും വളച്ച് കെട്ടി വെച്ചേക്കാം. ഇനി മുകളിലേക്ക് പോകണ്ട. കാരണം മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റില്ല, കിളികൾ മാത്രം തിന്നുള്ളൂല്ലോ. അതുകൊണ്ട് നമ്മൾ കുട പോലെ മുകളവശം വളച്ച് കെട്ടി വെച്ചേക്കാണ് കേട്ടോ. അതിൻ്റെ മുകളവശം കണ്ട. അതെ. പിന്നെ അതേ ഇവിടെയുണ്ട് നമ്മുടെ മുന്തിരി വള്ളി. മുന്തിരി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കഴിഞ്ഞോളൂ. ഇതുമേ അവരുണ്ടായി തുടങ്ങട്ടെ, അവരൊക്കെ ഉണ്ടാവട്ടെ. ഇതേ നാരങ്ങ, നമ്മുടെ നാട്ടിൽ ചെറുനാരകം ഇഷ്ടം പോലെ ചെറുനാരങ്ങ ഉണ്ടാവും കേട്ടോ. പൂത്തണുണ്ടോ. ഇവിടെ തണുപ്പ് അവർക്ക് ഇഷ്ടമായിട്ടാന്ന് പോലെ. അമ്പലം ചെറുതാണെങ്കിൽ പ്രത്യക്ഷം വലുതെന്ന് പറഞ്ഞ പോലെ. ഞാനൊരു 10-25 കിലോ ചെറുനാരങ്ങ കുറേ പറിച്ചു, കുറേ ആൾക്കാർക്ക് കൊടുത്തു, കുറേ ആൾക്കാർക്ക് വെറുതെ കൊണ്ടുപോയി, കുറേ ചീഞ്ഞു പോയി. അങ്ങനെ ഇതുപോലെ കണ്ടോ, നിറച്ച് പൂത്തണ്ട്. ഇതൊക്കെ നിറച്ചുണ്ടാവും. അവസാനം കൊമ്പ് വളഞ്ഞ് താഴേക്ക് വരും. എല്ലാം പറിച്ച് മാറ്റിയ സാധനം. ഓക്കേ, എന്നാൽ ബാക്കി വിശേഷം പിന്നെ കാണാം. ബൈ, താങ്ക് യു.